പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ തെൽഹിത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവല്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എക്സ് ആണ് കേട്ടോ. ഞാൻ തണ്ടർബേർഡിന്റെ റിവ്യൂസ് ചെയ്തിരുന്നു. റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എക്സ് അതിന് എങ്ങനെയാണ് വ്യത്യാസമായി കിടക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ തണ്ടർബേർഡ് എക്സിന് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് തന്നെ സിംഗിൾ സീറ്റാണ്. ഇപ്പോൾ സ്പ്ലിറ്റ് സീറ്റ് ഒഴിവാക്കിയിട്ട് സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ടൈലൈറ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. ടൈലൈറ്റിന്റെ എല്ലാ ക്രോം പാർട്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ബ്ലാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ബ്ലാക്ക് ആണ്. പിന്നെ അലോയ് വീൽസ് ഉണ്ട്, 2 അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്ന ഡിഫറെന്റ് എന്താന്ന് പറഞ്ഞാൽ മെയിൻ ഹാൻഡിൽ ബാർ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഒരു സ്പോർട്സർ ശ്രേണിയിലേക്ക് ഒരു ഹാൻഡിൽ ബാർ കൊടുത്തു. അപ്പോൾ നിങ്ങൾ തണ്ടർബേർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ലോങ് റൈഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മിക്കവാറും തണ്ടർബേർഡ് എക്സ് എടുത്തു കഴിഞ്ഞാൽ തണ്ടർബേർഡ് പഴയ മോഡലിന്റെ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു തണ്ടർബേർഡിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു റൈഡിങ് ഒരു ക്രൂസിംഗ് മികവ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതൊക്കെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ക്രോം ആയിരുന്നു. തണ്ടർബേർഡ് എക്സിൽ ഇതൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേമാതിരി ഹെഡ്ലൈറ്റ്, ഇതിന്റെ ഉൾവശവും ആ റിഫ്ലക്ടറിന്റെ സ്ഥലവും കുറച്ച് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് ഹെഡ്ലൈറ്റ് ഹോൾഡറിന്റെ ആ ഒരു ക്ലാമ്പ് ഈ ഒരു രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ആണെങ്കിലും കുറച്ച് റൗണ്ട് മിററാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അത് പക്ക ഒരു സ്പോർട്സർ ശ്രേണിയിലേക്ക് തണ്ടർബേർഡ് എക്സ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ യങ്സ്റ്റേഴ്സിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല. കംപ്ലീറ്റ് കുറച്ചും കൂടെ ഒരു ലുക്ക് വൈസ് പിന്നെ കാഴ്ച കുറച്ചുകൂടി ഭംഗി തോന്നുന്ന രീതിയിലാണ് തണ്ടർബേർഡ് എക്സ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സീറ്ററിങ് ഇപ്പൊ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് വെച്ചാണ്, ഇത് പൊട്ടിപ്പോയതാണ്. അപ്പൊ തണ്ടർബേർഡിന്റെ സീറ്റ് റെസ്റ്റ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ബാക്കിലുള്ള ആളൊക്കെ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലാണ് തണ്ടർബേർഡിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിന് കൊടുത്തേക്കുന്നത് ഗ്രാബ് റെയിലാണ്. ഇവിടെ റൗണ്ടില് ഇവിടെ ചെറിയൊരു ഗ്രാബ് റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു കൈ പിടിക്കാൻ പറ്റിയ രീതിയിൽ മാത്രം ഗ്രാബ് റെയിൽ. അത് വളരെ ചീപ്പാണ്, വില വളരെ കുറവാണ് കേട്ടോ. പക്ഷെ തണ്ടർബേർഡ് എക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തണ്ടർബേർഡ് പഴയ മോഡലിൽ സീറ്ററിങ് കുറച്ച് വിലയുണ്ട്. 2000 സംതിങ് വില വരുന്നുണ്ട് സാധനത്തിന്, ബാക്കിൽ സീറ്റ് റെസ്റ്റിന്. അപ്പോൾ സീറ്റ് റെസ്റ്റ് ഒന്ന് വാങ്ങി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ യാത്രക്ക് കുറച്ചുകൂടെ ഒന്ന് ഇരിക്കുന്ന ആൾ കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും. അതുമാതിരി എക്സ് ഉപയോഗിക്കുന്ന ആളുകൾ തണ്ടർബേർഡിന്റെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് പഴയ തണ്ടർബേർഡിന്റെ ഹാൻഡിൽ ബാറും വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ക്രൂസിങ് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. ബാക്കി തണ്ടർബേർഡുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ യാതൊരു ഡിഫറൻറ്റും മാറ്റങ്ങളൊന്നും വരുന്നില്ല. കുറച്ചും കൂടി വണ്ടിക്ക് ഒരു ഭംഗി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതേമാതിരി റിഫ്ലക്ടറൊക്കെ കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റീവ് ആയിട്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ഫൂട്ടറസ്റ്റ് ഒക്കെ ഫോൾഡബിൾ ആണ്. അത് തണ്ടർബേർഡിലും പിന്നെ ഫോൾഡബിൾ തന്നെയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതേമാതിരി ഡബിൾ ടോൺ കളറിൽ വന്നു, റെഡ് കളറിൽ. അതേമാതിരി ടാങ്ക് ഡബിൾ ടോണിൽ വന്നേക്കുന്നത് തണ്ടർബേർഡ് എക്സിലാണ്. ഡബിൾ ടോൺ അല്ല, ടാങ്ക് വേറെ കളറിൽ വന്ന് റെഡ് കളറിലൊക്കെ വന്നിട്ടുള്ളത് തണ്ടർബേർഡ് എക്സിലാണ്. അപ്പം അതേമാതിരി ഹാൻഡിലിന്റെ ഗ്രിപ്പും കുറച്ചൊരു സ്പോട്ടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡിലിന്റെ ബാർ എൻഡ് ആണെങ്കിലും കുറച്ചൊരു സ്പോട്ടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീറ്ററും ചെറിയൊരു മാറ്റം, തണ്ടർബേർഡ് വരെ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് മീറ്ററും. അപ്പോൾ ഇതാണ് തണ്ടർബേർഡ് എക്സിന്റെ ഒരു റിവ്യൂസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ തണ്ടർബേർഡ് എടുക്കുന്ന ആളുകൾ അലോയ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഭംഗിയുണ്ട്, വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നിങ്ങൾ ക്രൂസിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലോങ് റൈഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തണ്ടർബേർഡ് ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ബാർ വെച്ചിട്ട് നമുക്ക് പറ്റില്ല. അതേമാതിരി പില്ലിയൻ റൈഡേഴ്സിനും കൊണ്ട് ഈ ഒരു ഗ്രാബ് റെയിലും കൊണ്ട് അധികം ദൂരെ യാത്ര ചെയ്യാനും പറ്റില്ല. അതൊരു അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ ഒരു പഴയ മോഡൽ തണ്ടർബേർഡിന്റെ ബാക്കിലെ സീറ്റ് റെസ്റ്റ് വാങ്ങിക്കുക. അതുമാതിരി തന്നെ ഹാൻഡിൽ ബാറും പഴയ മോഡൽ ഹാൻഡിൽ ബാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ലോങ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് തണ്ടർബേർഡ് എക്സിനെ കുറിച്ച് എനിക്ക് ഒരു ഷോർട്ടായിട്ടുള്ള റിവ്യൂ കാണിച്ചു തരാനുള്ളത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.